പ്രിയപ്പെട്ടവരെ, ഈ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് നമ്മുടെ ചിരകാല അഭിലാഷമായിരുന്ന പഞ്ചായത്ത് കിണറിൻ്റെ ഉദ്ഘാടനം പഞ്ചായത്ത് കിണറല്ല, അതിൻ്റെ സമീപത്തുള്ള ഹാളിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാമെന്ന് പറഞ്ഞ് നമ്മുടെ ഹെഡ് മാസ്റ്റർ സാർ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് 8 ഉദ്ഘാടനങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. 10 ഉദ്ഘാടനം കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഞാൻ വളരെയധികം നിർബന്ധിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നത്. എന്നിരുന്നാൽ തന്നെയും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ അദ്ദേഹത്തിന് ആദ്യമായിട്ട് ഞാൻ നന്ദി പറയുന്നു. വളരെ കഷ്ടപ്പെട്ടാണ് നമ്മൾ ഈ പഞ്ചായത്ത് ഹാള് ഉണ്ടാക്കിയെന്നറിയാം. അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ഞാൻ തന്നെയാണെന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു ലജ്ജയുമില്ല. എന്നിരുന്നാൽ തന്നെയും ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനായിട്ട് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ബഹുമാനപ്പെട്ട അധ്യാപകനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. സാർ സ്നേഹമുള്ള എൻ്റെ നാട്ടുകാരെ, ശിഷ്യഗണങ്ങളെ, ഇന്ന് ഞാൻ പങ്കെടുക്കുന്ന 10ാമത്തെ മീറ്റിംഗാണ് ഇത്. വളരെ കഷ്ടപ്പെട്ടാണ് ഇവിടെ വന്നെത്തിയത്. കാരണം നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഈ നാടിൻ്റെ ചിരകാല അഭിലാഷമായിരുന്ന, ഈ നാടിൻ്റെ സ്വപ്നമായിരുന്ന പഞ്ചായത്ത് കിണറിൻ്റെ ഉദ്ഘാടനം, കിണറിന് സമീപമുള്ള പഞ്ചായത്ത് ഹാളിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിൽ എനിക്ക് അങ്ങേയറ്റം സന്തോഷമുണ്ട്. ഇവിടെയുള്ള ഒരുപാട് ഹാളുകൾ, ഒരുപാട് കിണറുകൾ ഉദ്ഘാടനം ചെയ്യാനുള്ള ഭാഗ്യം ഈ രാജ്യത്തെ ഒരുപാട് വിദ്യാർത്ഥികളുടെ അധ്യാപകൻ, ഹെഡ് മാസ്റ്റർ എന്ന നിലയിൽ എനിക്കാണ് കൈവന്നിട്ടുള്ളത്. ഞാൻ കൂടുതലായി ഒന്നും പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് ഈ കിണറിവിടെ കുഴിച്ചതിൻ്റെ പരിപൂർണമായ ഈ കിണർ കുഴിച്ചതിൻ്റെയും ഈ പഞ്ചായത്ത് ഹാൾ ഉണ്ടായതിൻ്റെയും പരിപൂർണ ഉത്തരവാദിത്വം നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെയാണ്. അദ്ദേഹം അടുത്ത ഇലക്ഷന് ഇവിടുത്തെ ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഓരോ വോട്ടും അദ്ദേഹത്തിന് തന്നെ ആയിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെയൊക്കെ അനുവാദത്തോടെ നിങ്ങളുടെയൊക്കെ അനുവാദത്തോടെ ഈ പഞ്ചായത്ത് കിണർ ഞാൻ കിണറിന് സമീപമുള്ള പഞ്ചായത്ത് ഹാൾ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു കൊള്ളുന്നു. നമസ്കാരം. പ്രിയപ്പെട്ടവരെ, ഭംഗിയായിട്ട് ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു. ഇനി ഇവിടെ നടക്കാൻ പോകുന്ന ചില കലാപരിപാടികളെക്കുറിച്ച് ഞാൻ പറയാം. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അത് ഈ കലാപരിപാടികൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയുന്നതായിരിക്കും. നമ്മളിവിടെ അവതരിപ്പിക്കുന്ന പ്രധാന പരിപാടി എന്ന് പറയുന്നത് സുപ്രസിദ്ധ കാഥികനായ പരമൻ പത്തനാപുരം സ്ഥലത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം കഥാപ്രസംഗ ലോകത്തൊരു ചക്രവർത്തിയാണ്. അദ്ദേഹത്തിൻ്റെ എത്രാമത്തെയാണ് സാർ? 1000. സാറിൻ്റെ ശിഷ്യനാണ്. എത്ര 1000 സ്റ്റേജ് ആയിക്കണോ? 1000 ചോദിക്കാം. എത്രയോ സ്റ്റേജുകളായിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. വളരെ മനോഹരമായി കഥാപ്രസംഗം നടത്തുന്ന ആളാണ് അദ്ദേഹം. ഞങ്ങളുടെ ക്ഷണമനുസരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കഥാപ്രസംഗമാണ് ഇനി അടുത്ത് നടക്കാൻ പോകുന്നത്. ഞാൻ അദ്ദേഹത്തെ സാദരം ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. പരമൻ പത്തനാപുരം ഇതായി കഴിഞ്ഞു. ഇനി ആരെങ്കിലും കാല് പിടിക്കാനുണ്ടോ? ഇത് കാണാനിരിക്കുന്ന എല്ലാവരുടെയും കാല് നീ പിടിക്കേണ്ടി വരും. അത് കഥാപ്രസംഗം മോശമായാലല്ലേ ഉള്ളൂ. നന്നായി അവരൊക്കെ എൻ്റെ കാല് പിടിക്കുമോ? അത് നിന്റെ മിടുക്ക്. സാറ് 2 വാക്ക് പരമനെ കുറിച്ച് ആൾക്കാർക്കൊന്ന് പറയണം. പരമനെ കുറിച്ച് 2 വാക്ക് പറയാതിരിക്കുന്നത് കൃത്യവിലോപമാകും എന്നുള്ളത് കൊണ്ട്, പരമൻ എൻ്റെ വിദ്യാർത്ഥിയാണ്, എൻ്റെ വത്സല ശിഷ്യനാണ്. സന്തോഷം വന്നാൽ പണ്ടും അവൻ കരയും. അവൻ പഠിത്തത്തിൽ എന്നും പിൻപന്തിയിലായിരുന്നുവെങ്കിലും കലാപ്രവർത്തനത്തിൽ എന്നും മുൻപന്തിയിൽ തന്നെയായിരുന്നു. എൻ്റെ അനുഗ്രഹാശിസ്സുകളോടെയാണ് പരമൻ പത്തനാപുരം ആദ്യമായി കഥാപ്രസംഗം അരങ്ങേറിയത്. എത്രാമത്തെ സ്റ്റേജാണ്?
ഇത് 300-ാമത്തെ സ്റ്റേജ്. 300-ാമത്തെ സ്റ്റേജാണ് പരമൻ പത്തനാപുരം ഇവിടെ അരങ്ങേറുന്നത്. പരമൻ പത്തനാപുരത്തിൻ്റെ 300-ാമത് സ്റ്റേജ് പ്രമാണിച്ച് ഈ നാടിൻ്റെ ഉപഹാരമായി, വ്യക്തിപരമായി എൻ്റെ ഉപഹാരമായി ശ്രീ പരമൻ പത്തനാപുരത്തിന് ഒരു പൊന്നാട അണിയിക്കുവാൻ ഞാൻ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനെ ക്ഷണിക്കുകയാണ്. പൊന്നാട പൊന്നാടാ പൊന്നാട കലക്കണം കേട്ടോ. ഇത് ഞാൻ കലക്കി തന്നില്ലെങ്കിൽ എന്നെ മാഷേന്ന് വിളിച്ചോ. സുഹൃത്തുക്കളെ, കഥാപ്രസംഗ ലോകത്ത് ഒരുപാട് വലിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും എന്തുകൊണ്ടോ ഇന്ന് കഥാപ്രസംഗ ലോകത്ത് ഞാൻ മുൻപന്തിയിലെത്തി. എൻ്റെ ഗുരുവിൻ്റെ ആശീർവാദം കൊണ്ടാണ് എന്നെനിക്ക് തുറന്നു പറയാൻ മടിയില്ലാത്തത് കൊണ്ട് ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അതൊരു അഹങ്കാരമായി നിങ്ങൾ കണക്കാക്കരുത്. എൻ്റെ കഥ ആരംഭിക്കുകയായി. ഈ കഥയുടെ പേര് അങ്ങനെയും ഒരോലപ്പുര. രചന പരമൻ പത്തനാപുരം. അത് ഞാൻ തന്നെയാണ്. ഈ കഥ നടക്കുന്നത് കേരളത്തിൽ ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. തിരുവനന്തപുരത്താണോ? അല്ല. കൊല്ലത്താണോ? അല്ല. ചങ്ങനാശ്ശേരിയിലാണോ? അല്ല. തൃശ്ശൂരാണോ? അല്ല. പാലക്കാട്ടാണോ? അല്ല. കാസർഗോഡാണോ? അല്ല. കേരളത്തിൽ തന്നെയാണ്. അത് ഞാൻ പറയാം എവിടെയാന്നുള്ളത്. പക്ഷേ സ്വല്പം വിദ്യാഭ്യാസം കുറവ് ആൾക്കല്ലേ. നീ കഥ പറഞ്ഞു. നീ പറഞ്ഞു. കേരളത്തിൽ തന്നെയാണ്. കേരളത്തിൽ കായംകുളം എന്ന് പറയുന്ന പരിശുദ്ധമായ ഒരു ഗ്രാമത്തിലാണ് ഈ കഥ നടക്കുന്നത്. ആ ഗ്രാമത്തിലേക്ക് നിങ്ങളെ ഞാൻ ഒരു വള്ളത്തിൽ കയറ്റി, അല്ലെങ്കിൽ ഒരു വഞ്ചിയിൽ കയറ്റി ഞാൻ കൊണ്ടുപോകും. വരൂ. അതെ, വള്ളം അങ്ങനെ തുഴഞ്ഞു പോയി. ഇതാ കായംകുളത്ത് പരിശുദ്ധമായുള്ള ഗ്രാമത്തിലെത്തി. വഞ്ചിയിൽ നിന്നും ഓരോരുത്തരായിട്ട് ഇറങ്ങി. അങ്ങനെ ദൂരേക്ക് നോക്കിയപ്പോൾ അതാ കാണുന്നു ഒരു ഓലപ്പുര. ഓലയാൽ മേഞ്ഞൊരു കൊമ്പു ഗൃഹത്തിന്റെ കോലയിൽ നിന്നൊരു കോമളാങ്കി. അവരൊക്കെ വഞ്ചിയിൽ നിന്നും ഇറങ്ങി അങ്ങ് ദൂരേക്ക് നോക്കിയപ്പോൾ അവിടെ ഒലയാൽ മേഞ്ഞൊരു കൊമ്പു ഗൃഹത്തിന്റെ കോലയിൽ നിന്നൊരു കോമളാങ്കി. ഓല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളൊരു പക്ഷെ വിചാരിച്ചു കാണും അത് കൈതോലയാണെന്ന്. സത്യത്തിൽ കൈതോലയല്ല. പിന്നെയോ തെങ്ങിന്റെ ഓലയാൽ മേഞ്ഞൊരു കൊമ്പു ഗൃഹത്തിന്റെ കോലയിൽ നിന്നൊരു കോമളാങ്കി. പക്ഷെ വിചാരിച്ചിട്ടുണ്ടാവും നാടൻ തെങ്ങിന്റെ, അതെ, സാക്ഷാൽ മൂത്തുളഞ്ഞ നാളികേരമെടുത്ത് പാകി മുളപ്പിച്ച് വെണ്ണീറും ചാണകവും ഇട്ട് വളർന്നു വന്ന പുഷ്ടിമുള്ള തെങ്ങിന്റെ ഓലയാൽ മേഞ്ഞൊരു കൊമ്പു ഗൃഹത്തിന്റെ കോലയിൽ നിന്നൊരു കോമളാങ്കി. ആ പെണ്ണ് അല്ലെങ്കിൽ ആ സുന്ദരി നിൽക്കുന്നത് ആസ്പെറ്റോസുള്ള കെട്ടിടത്തിന്റെ കീഴെയല്ല, 5 സ്റ്റാർ ഹോട്ടലിന്റെ കീഴെയല്ല, ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ കീഴെയല്ല, അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിലല്ല. പിന്നെ എവിടെയാണ് നിൽക്കുന്നത്? ഓലയാൽ മേഞ്ഞൊരു കൊമ്പു ഗൃഹത്തിന്റെ കോലയിൽ നിന്നൊരു കോമളാങ്കി. അതെ, വെറും ഓല. നമ്മുടെ നാടൻ കുട്ടികൾ, പട്ടണത്തിലുള്ള കുട്ടികളല്ല, നാടൻ കുട്ടികൾ നാടൻ ഓലപ്പന്തുണ്ടാക്കുന്ന ഓലയാൽ മേഞ്ഞൊരു കൊമ്പു ഗൃഹത്തിന്റെ കോലയിൽ നിന്നൊരു കോമളാങ്കി. ഇത് ടീൻറ്റുടിയല്ല, സങ്കരവർഗമല്ല, പിന്നെയോ നാടൻ തെങ്ങിന്റെ ഓലയാൽ മേഞ്ഞൊരു കൊമ്പു ഗൃഹത്തിന്റെ കോലയിൽ. നീ കുറച്ചു നേരമായി നീ ഓല മെടയാൻ തുടങ്ങിയിട്ട്. അതെ, ഓലയാൽ മേഞ്ഞ ഗ്രഹത്തിന്റെ താഴാൻ സുന്ദരാങ്ങി നിൽക്കുന്നു. അത് എനിക്കും മനസ്സിലായി, സാറിനും മനസ്സിലായി, കഥാപ്രസംഗം കേട്ടോ എല്ലാവർക്കും മനസ്സിലായി. നീ കഥ പറ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? എന്ത് സംഭവിച്ചു? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ?
ആ പെൺകുട്ടി ആ ഓലയുടെ അടിയിൽ കുറച്ച് നേരം നിൽക്കണോണ്ട് അവൾക്ക് ചെലവിന് കൊടുക്കൊന്നും വേണ്ടല്ലോ. പിന്നെ മാഷിപ്പ് എന്ത് വേണ്ട, അതെല്ലാവർക്കും മനസ്സിലായി. നീ കഥ പറ, നീ കഥയിലേക്ക് കിടക്ക്. പരമാ, നീ കഥ പറ. ടീൻറ്റുടി അല്ല സങ്കരവർഗം. അത് വേണ്ട. ഇനി ഓലയുടെ കാര്യം പറയാൻ പാടില്ല. ഓല എന്ന് പറയരുത്, നീ കഥ പറഞ്ഞു. ഓല പറയാൻ പാടില്ല. അതെന്താ ഓല എന്ന് പറഞ്ഞാൽ തെറിയ? ഓല വേണ്ട, കഥയിലേക്ക് ഇറങ്ങണം. അത്രയല്ലേ വേണ്ടു. ഓലത്തുമ്പത്തിരുന്നു ഞാലാടും ചെല്ലപ്പൈകിളി, എന്റെ ബാലഗോപാലനെ എന്നെ ദീപിക്കുമ്പോ പാടടി. ഓലത്തുമ്പത്തിരുന്നു ഞാലാടും ചെല്ലപ്പൈകിളി, എന്റെ ഹെഡ് മാഷെ ഇങ്ങനെ എണ്ണ തേപ്പിക്കുമ്പോ പാടടി. അതെ, ആ ഓല എന്ന് പറയുന്നത് ചെന്തെങ്ങിന്റെ ഓലയിൽ മേലാണ് ആ പൈങ്കിളിരുന്നത്. നമ്മുടെ അതല്ല, നാടൻ തെങ്ങിന്റെ ഓലയാൽ മേഞ്ഞോരു കൊമ്പു ഗ്രഹത്തിന്റെ കോലായിൽ നിന്നോരു കോമളാങ്കി. അതെ, നാടൻ ചാരവും ചാണവും ഇട്ട് വളർന്നു വന്ന പുഷ്പമുള്ള തെങ്ങിന്റെ ഓലയാൽ മേഞ്ഞോരു കൊമ്പു ഗ്രഹത്തിന്റെ കോലായിൽ നിന്നോരു കോമളാങ്കി. കഥ മാഷ് പറയൂട്ടോ, നിങ്ങൾ കുറച്ച് നേരം കിടന്ന് കളിക്കാൻ. വിദ്യാഭ്യാസം രാഷ്ട്രീയത്തിൽ കയറിട്ടെ മാഷ്. എന്റെ ദൈവമേ, ഇയാള് വീട്ടിൽ തരി പറയണോ അല്ലേ? കഥയിലേക്ക് കിടക്കണം. അല്ല, ഞാൻ ഇവരെ ഒന്ന് കുറച്ച് നേരം അല്ല ഓലയുടെ അടിയിൽ നിന്ന് ചൂടുണ്ടാവില്ലോ. വേണ്ട, നീ കഥ പറഞ്ഞാൽ മതി. കഥയിലേക്ക് പോകണം. ആൾക്കാർ ഞാൻ പറയാം കേട്ടോ. കഥ പറയണം, അത്രയല്ലേ ഉള്ളൂ. നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, അതിൽ നാരായണക്ക് കൂടുപോലുള്ളൊരു നാലുകാലോലപ്പുരയുണ്ട്. നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, അതിൽ നാരായണക്ക് കൂടുപോലുള്ളൊരു നാലുകാലോലപ്പുരയുണ്ട്. പക്ഷേ നമ്മുടെ കഥാനായകി നിൽക്കുന്ന 4 കാലമുള്ള ഓലപ്പുരയില്ല, 12 കാലുള്ള ഓലയാൽ മേഞ്ഞോർ കൊമ്പോ ഗ്രഹത്തിന്റെ ഓലയിൽ നിന്നോരു കോമളാങ്ങി. കായംകുളത്തുള്ള പെണ്ണുങ്ങൾ ഓലമുടഞ്ഞുള്ള ഓലയാൽ നിർത്തടാ. നിനക്ക് എന്താ ഓലയിൽ ഇത്ര താല്പര്യം? ഓല നല്ലതല്ലേ? നല്ലതാണ്, ആയിക്കോട്ടെ. നിനക്ക് പരമാ, നീ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ കാല് പിടിച്ചുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റേജിൽ നിന്നെ കയറ്റിയത്. ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് എന്നെ അപമാനിക്കരുത്. നീ കഥ പറ. നിനക്ക് കഥ പറയാൻ എന്താ പ്രയാസം? ഓല കൊണ്ട് ഒന്നും ചെയ്യാൻ പാടില്ല. ഓല കഥ പറയാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട്? ഈ ഓലെന്നല്ലേ മാഷ് ഈർക്കിലെടുത്തിട്ട് കഥ പറ. ഇത്രയും പേര് കഥ കേൾക്കാൻ വേണ്ടി ഇരിക്കുക. നീ കഥ പറ. നിനക്ക് എന്താ കഥ പറയാൻ ബുദ്ധിമുട്ട്? കഥ പറയാൻ എനിക്ക് ബുദ്ധിമുട്ട്. എന്താ പറ. കഥ പറയാം പരമ. കഥ പറ. കഥ പറയാന്ന് പറഞ്ഞു. കഥ പറ പരമ. മാഷിയെ പേടിപ്പിക്കട്ടെ തന്നെ. കഥ പറടാ. എന്ത് കഥ പറടാ? കഥ പറയാൻ നിനക്ക് എന്താ പ്രയാസം? ഏത് പറയാൻ? കഥ പറയാൻ ബുദ്ധിമുട്ട് എന്താ? കഥ പറയാൻ ബുദ്ധിമുട്ട് എന്താണെന്ന് ടീൻറ്റുടി അല്ല. കഥ പറടാ. എന്ത് മാഷേ, എനിക്ക് ക്ഷമ കെടുന്നു കേട്ടോ. കഥ പറ. കഥ പറ. പറടാ. നിനക്ക് എന്താ ബുദ്ധിമുട്ട്? കഥാപ്രസംഗത്തിന്റെ പുസ്തകം എടുക്കാൻ ഞാൻ മറന്നു മാഷേ. എന്താണ്? കഥാപ്രസംഗത്തിന്റെ പുസ്തകം എടുക്കാൻ ഞാൻ മറന്നു. പുസ്തകം എടുക്കാൻ മറക്കുന്ന പഠിക്കുന്ന കാലത്തെ ഉള്ള ഇവന്റെ സ്വഭാവമാണ്. സുഹൃത്തുക്കളെ, ഇങ്ങനൊരു അത്യാഹിതം സംഭവിച്ചതിൽ ഈ നാടിൻ്റെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് അത്യധികം ഖേദമുണ്ട്. അത് ഞാൻ ഇത് കഴിഞ്ഞ് രേഖപ്പെടുത്തിക്കൊള്ളാം. ഒരു നിമിഷം. നമ്മുടെ നാടിൻ്റെ അഭിമാനമായ കഥാപ്രസംഗ ലോകത്ത് വേറൊരു ചക്രവർത്തിയായ കെ സുഗുണൻ ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ഇവിടെ വന്നൊരു കഥ പറഞ്ഞ് ഞങ്ങളെ രക്ഷിക്കണമെന്ന് ഈ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് നിലയിൽ താഴ്മയുടെ സുഗുണൻ സാറിൻ്റെ ശിഷ്യനല്ലേ? സുഗുണനും എൻ്റെ ശിഷ്യനാണ്. സുഗുണ സുഗുണ വരണം. സുഗുണ, ഞങ്ങളൊരു കഥ പറഞ്ഞ് രക്ഷിക്കും. സുഗുണനെ പറ്റി 2 വാക്ക് സാർ പറഞ്ഞു. സുഗുണനും ഭാഗ്യവശാൽ എൻ്റെ ശിഷ്യനാണ്. സാധാരണ നമ്മുടെ നാട്ടുകാരിൽ ഈ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയും. പക്ഷേ ഇത് മണമുള്ള ഒരു സുഗുണനാണ്. സുഗുണൻ്റെ എത്രാമത്തെ സ്റ്റേജാണ്? 299 സ്റ്റേജാണ്. 299 സ്റ്റേജ് പ്രമാണിച്ച് ശ്രീ സുഗുണന് ഈ പഞ്ചായത്തിൻ്റെയും പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയും വ്യക്തിപരമായി എൻ്റെയും വകയായി ഒരു പൊന്നാട അണിയിക്കുവാൻ ഞാൻ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ക്ഷണിക്കുകയാണ്. പൊന്നാട. സുഗുണ, കഥയുടെ പേരെന്താണ്? വത്സല. വത്സല എവിടെ ഇരിക്കുന്നു? കഥയുടെ കഥയുടെ പേര്. അപ്പൊ ബെസ്റ്റ്, നന്ന അസലായിട്ട് പറയണം. എൻ്റെ മാനം നീ രക്ഷിക്കണം കേട്ടോ.
കലക്കണം. കാലക്കത്തിൽ ആ സഹൃദയരെ, ഒരു കണ്ണാടിയും ഒരു വെള്ള ജുബ്ബയും ഒരു കസവും ഉണ്ട് കൊടുത്താൽ ഏത് എംബോക്കിക്കും കാതികനാകാം എന്നൊരു ധാരണ ഈ നാട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനും സാംബശിവനും കൊല്ലം ബാബുവുമെല്ലാം ചെറുപ്പകാലത്തിലെ രാവിലെ എഴുന്നേറ്റ് സാധകം ചെയ്തുണ്ടാക്കിയ കഥാപ്രസംഗം എന്ന കല നിങ്ങൾക്കിപ്പോൾ കേൾക്കാവുന്നതാണ്. ഞാൻ അതിമനോഹരമായ ഒരു കഥാപ്രസംഗത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ കൂട്ടിക്കൊണ്ടു പോകാൻ ഉദ്ദേശിക്കുകയാണ്. എന്റെ കഥയുടെ പേരാണ് വത്സല. നിങ്ങളെ മുഴുവൻ അതിമനോഹരമായ ഒരു കുന്നിന്റെ താഴ്വരയിലേക്ക് ഞാനിതാ കൂട്ടിക്കൊണ്ടു പോകുകയാണ്. ആ കുന്നിന്റെ താഴ്വരയിൽ ഇതാ അതിമനോഹരമായ ഒരു ഓടിട്ടൊരു കൊച്ചുപുര. ആ പുരയുടെ ചുവട്ടിൽ എന്റെ കഥാനായിക വത്സല മൂകവിവശയായി അകരെ ശോകമുഖത്തിൽ അവിടെ നിൽക്കുകയാണ്. വേദന തിന്നും സമൂഹത്തിൽ നിന്നു ഞാൻ വേരോട മാന്തി പറിച്ചതാണി കഥ. അല്ലാതെ കാലത്ത് എഴുന്നേറ്റപ്പോൾ അമ്മ ചോദിച്ചു, മോനെ നീ എങ്ങോട്ട് പോകുന്നടാ എന്ന് ചോദിച്ചപ്പോൾ, ഇന്നെനിക്ക് തൃപ്രയാറൊരു കഥാപ്രസംഗമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ ഇതിരിക്കട്ടെ എന്നും പറഞ്ഞ് തന്ന കഥയല്ല, പിന്നെയോ വേദന തിന്നും സമൂഹത്തിൽ നിന്നു ഞാൻ വേരോട മാന്തി പറിച്ചതാണി കഥ. കാലത്തെ എന്റെ ഭാര്യ കാപ്പിയും കൊണ്ടുവന്ന്, നിങ്ങൾ എങ്ങോട്ട് പോകുന്നു? ഇന്ന് എനിക്ക് തൃപ്രയാറൊരു കഥാപ്രസംഗമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ ഇത് പിടിച്ചോ എന്നും പറഞ്ഞു തന്ന കഥയല്ല, പിന്നെയോ വേദന തിന്നും സമൂഹത്തിൽ നിന്നു ഞാൻ വേരോട മാന്തി പറിച്ചതാണി കഥ. കാലത്തെ എന്റെ കൊച്ചുമോൾ എന്റെ റൂമിലേക്ക് കടന്നു വന്ന് ചോദിച്ചു, അച്ഛൻ എങ്ങോട്ട് പോണു? മോളെ എനിക്ക് തൃപ്രയാറൊരു കഥാപ്രസംഗമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ, ഇത് കയ്യിൽ ഇരിക്കട്ടെ എന്നും പറഞ്ഞു തന്ന കഥയല്ല, പിന്നെയോ വേദന തിന്നും സമൂഹത്തിൽ നിന്നു ഞാൻ വേരോട മാന്തി പറിച്ചതാണി കഥ. നീ കുറച്ചു നേരമായല്ലോ മാന്തി പറിക്കാൻ തുടങ്ങിയിട്ട്. എന്താ ഇത്ര മാന്തി പറിക്കാൻ? എന്താ വേദന? എടാ നിനക്ക് വേദന ഉണ്ടെങ്കിൽ വല്ല ആസ്പത്രി ഒരുത്തനെ പറഞ്ഞു വിട്ടതേ ഉള്ളൂ, നീ അവമാനിക്കരുത്. ഇനി വേദനയും മാന്തി പറിക്കലോ ഒന്നും വേണ്ട. നീ കഥയിലോട്ട് കിടക്ക്, കഥയിലോട്ട് കിടക്ക്. ഇനി വേദന വേണ്ട, മാന്തി പറിക്കാനും പാടില്ല കേട്ടോ. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് കാറിലേക്ക് കയറി. കാറിലേക്ക് കയറുമ്പോൾ എൻ്റെ അമ്മാവനെതിരെ വന്ന് ചോദിച്ചു, മോനെ നീ എങ്ങോട്ട് പോകുന്നു എന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് തൃപ്രയാറൊരു കഥാപ്രസംഗമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ, ഇത് കയ്യിൽ ഇരിക്കട്ടെ എന്നും പറഞ്ഞു തന്ന കഥയല്ല, പിന്നെയോ വേദന തിന്നും സമൂഹത്തിൽ നിന്നു ഞാൻ വേരോട മാന്തി പറിച്ചതാ. നിനക്ക് എവിടാ വേദന കാണിക്കേ? എവിടെ എന്താ നിന്റെ പ്രശ്നം? പിന്നെ എത്ര നേരം കുറെ സമയം വേദന മാന്തി പറിച്ചുകൊണ്ടിരിക്കുന്നത്? കഥ പറടാ ചൂണ, എന്റെ അഭിമാനത്തിന്റെ പ്രശ്നം. കഥ പറടാ. നിനക്ക് എന്താ കഥ പറയാൻ പ്രയാസം? എത്ര ഓർമ്മിച്ചിട്ടും ഓർമ്മ വരുന്നില്ല. അതെ, ഞങ്ങൾക്ക് ഇതൊരു പ്രശ്നമൊന്നുമല്ല. ഞങ്ങൾക്ക് എല്ലാ സ്ഥലത്തും ഇങ്ങനെ തന്നെ ഞങ്ങൾക്ക് കിട്ടാറ്.